ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണ് നന്നായിട്ട് വെട്ടിത്തിളങ്ങുക, എണ്ണമയവും എല്ലാം കളഞ്ഞിട്ട് വെട്ടിത്തിളങ്ങുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ഷാമ്പു ആണ്. ഏത് ഷാമ്പു ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഇതുപോലെ ഷാമ്പു ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാത്ത പാത്രമാണ് എടുക്കാൻ. പിന്നെ അതിലേക്ക് കുറച്ച് സോഡ പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സോഡ പൗഡറൊക്കെ നമുക്ക് നല്ല തിളക്കം കിട്ടാൻ നല്ലതാണ്. ഈ സിങ്കൊക്കെ നല്ല തിളക്കം കിട്ടും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നേരെ സിങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലൊരു സ്മെല്ലും ഷാമ്പൂവിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും നന്നായിട്ട് കിട്ടും. നമ്മളുടെ സിങ്കൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മളുടെ പാത്രങ്ങൾ കഴുകലും അങ്ങനത്തെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് സിങ്ക് നമ്മൾ അന്നത്തെ എണ്ണമേക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു ഫ്രഷ് സ്മെല്ലും വരും. നമ്മളുടെ തലമുടിയിലേക്ക് എണ്ണയും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഷാമ്പു തലയിൽ തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിങ്കിലുള്ള എണ്ണമയവും. നമ്മളിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള പാത്രം കഴുകുമ്പോൾ ആ ഒരു എണ്ണ ഈ സിങ്കിലൊക്കെ ഉണ്ടാവും. കഴിയണതും അങ്ങനത്തെ ഓയിലൊന്നും ഇത് കൂടെ ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയപ്പോഴത്തെ ആ ഒരു വ്യത്യാസം, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഒന്ന് വെള്ളം കൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇനി അടുത്തൊരു അടിപൊളി ടിപ്പാണ് പറയാൻ പോണത്. അതിനായിട്ട് നമുക്ക് അധിക സാധനമൊന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് 1-2 സാധനങ്ങളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള കടുക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. കടുക്, അതുപോലെ ഉപ്പ്, കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇടണേ. പിന്നെ കുറച്ച് പൗഡറും, നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ഈ ഉപ്പും കടുകൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നതാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ സിങ്ക് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഈ കടുകും ഒന്ന് നന്നായിട്ട് ഒന്ന് മാറ്റി അരിച്ചാൽ വെള്ളം മാത്രം മതി. അതൊന്ന് വെള്ളം മാത്രമായിട്ടൊന്ന് അരിപ്പിണെങ്കിൽ അരിച്ചെടുത്തോളൂ. കടുക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ട, സിങ്കിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ വെള്ളം മാത്രമായിട്ടൊന്ന് എടുത്തിട്ട് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലോക്കൊക്കെ പോവും. അതുപോലെ ഒന്ന് നോക്കി നോക്കണേ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള, നമ്മൾ അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുള്ള കടുക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മളുടെ ഒരു കൊട്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊടിക്കുക. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പൊടിക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് വെന്തത് കാരണം പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് വരും. ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ഈച്ചകളെയും കൊതുകിനെയൊക്കെ ഓടിച്ചു വിടാനുള്ള അടിപൊളി ഒരു ടിപ്പാണ്. ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് 2 സൈഡിൽ നിന്ന് ഒന്ന് നന്നായി ചുരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ള ചെരാതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ടായാലും അങ്ങനെ വെച്ചിട്ട് അതൊന്ന് കത്തിച്ച് നോക്കി നോക്കൂ. അതിൻ്റെ ആ ഒരു മണത്തിൽ, ആ കടുകിൻ്റെ ആ ഒരു സ്മെല്ലിൽ കൊതുകും അതുമാതിരി ഈച്ചകളും ഒക്കെ പോയിക്കോളും. അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.